മേ ഐ കം ഇൻ? പ്ലീസ്. സ്റ്റീഫൻ ദേവസി? അതെ. താങ്ക് യു. വെൽ ഡൺ. ഞാൻ കേട്ടു ക്രൈംബ്രാഞ്ചിലെ സമർത്ഥനായ ഓഫീസർ. ചിരിക്കുന്ന സിംഹം. അങ്ങനെയൊന്നുമില്ല. ചോദിച്ചോളൂ, അറിയാവുന്നതൊക്കെ പറഞ്ഞുതരാം. ഒരു ചോദ്യം ചെയ്യൽ അതല്ല, ജസ്റ്റ് എ വിസിറ്റ്. ഒന്ന് പരിചയപ്പെടാമല്ലോ. നോ നോ, ദിസ് ഈസ് യുവർ ഡ്യൂട്ടി. ഈ കേസിന്റെ പ്രൈമറി സ്റ്റേജിൽ വന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, എന്താ അയാളുടെ പേര്, വൺ മിസ്റ്റർ വിജയൻ, എന്നെ തലങ്ങും വിലങ്ങും ക്വസ്റ്റ്യൻ ചെയ്തു. അവസാനം അയാൾ എന്നോട് ചോദിക്കുക, എനിക്കെന്താണ് രവിയോട് ഇത്ര അഫെക്ഷൻ? അത് തികച്ചും എൻ്റെ പേഴ്സണൽ മാറ്ററാണ്. ഇനി അഥവാ രവി തന്നെയാണ് കുറ്റവാളി എന്നിരിക്കട്ടെ, എനിക്കവനെ മകനെ പോലെ സ്നേഹിക്കാൻ പാടില്ലെന്നുണ്ടോ? അത് തന്നെയാണ് സാർ എൻ്റെ ചോദ്യവും. സാറിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വെച്ച് നടന്ന ഒരു മർഡർ, അതല്ലാതെ സാറിന് അതിലൊരു പങ്കുമില്ല. എന്നാലും ലെറ്റ് us go to the past. വെറുതെ ഒരു ചോദ്യം. ശങ്കരനാരായണന്റെ മകൻ രവിശങ്കർ അച്ഛനെ കൊന്നവനോടുള്ള പകയോടെ വളരുന്നു, ഡോക്ടറാവുന്നു. ഇതെല്ലാം താങ്കൾക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ സംഭവം നടന്ന അന്ന് രാത്രിയിൽ പോസ്റ്റ് ഓഫ് കെയർ യൂണിറ്റിന്റെ ചുമതല രവിയെ മാത്രം ഏൽപ്പിച്ചപ്പോൾ താങ്കൾ എന്തുകൊണ്ട് പോസിബിലിറ്റിയെ കുറിച്ച് ആലോചിച്ചില്ല? നോക്കൂ മിസ്റ്റർ സ്റ്റീഫൻ, ഇത് മഹത്തായ ഒരു സ്ഥാപനമാണ്, വെറൊരു കച്ചവട സ്ഥാപനമല്ല. വർഷം തോറും എഫിഷ്യന്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന് ഞാൻ നാടിന് സംഭാവന ചെയ്യാറുണ്ട്. മൈൻഡ് യു, രവി ഈസ് എ വെരി വെരി എഫിഷ്യന്റ് ഡോക്ടർ ടു. സോറി, അന്വേഷണത്തിന്റെ ഭാരം തലയിൽ കയറിയ പിന്നെ ഞാനിങ്ങനെ കാടി കയറി പോവും. സാരമില്ല, കാര്യങ്ങളൊക്കെ വെരി സിമ്പിൾ. വിഷ് യു ആൾ ദി ബെസ്റ്റ്. താങ്ക് യു ഡോക്ടർ. ഞാൻ ഇറങ്ങട്ടെ. ബൈ. കാണണം. സർ, എന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടാതെ ഞാൻ ഇനി കോളേജിലേക്കില്ല. രവി, യു ആർ ജസ്റ്റ് എ സ്റ്റുഡന്റ്. ഒരു മർഡർ കേസ് എന്നൊക്കെ പറഞ്ഞാൽ സംടൈംസ് ഇറ്റ് മേ ടേക്ക് ഈവൻ ഇയേഴ്സ്. വെറുതെ ഭാവി കളയരുത്. എനിക്കിനൊരു ഭാവിയുണ്ടോ സർ? മറ്റു നിവൃത്തിയില്ലാത്തോണ്ട് മുത്തശ്ശനും മുത്തശ്ശി എന്നെ വിശ്വസിക്കുന്നു. പക്ഷെ കീർത്തി, സത്യത്തിൽ സാറിന്റെ മനസ്സിലെന്താ? വരൂ. യു സീ, തെളിവുകളെല്ലാം നിനക്കെതിരാണ്. പക്ഷേ എനിക്ക് നിന്നെ വിശ്വാസമാണ്. ആ വിശ്വാസം ഒരു റിസ്ക് ആണെന്ന് എനിക്കറിയാം. ബട്ട് ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. ബോണി ഒരു പ്രശ്നമാണ് സർ. വളരെ ഡ്രമാറ്റിക് ആയ ചില സിറ്റുവേഷൻസ് ഒക്കെ അവൻ ICU സൃഷ്ടിച്ചിരുന്നു. സംഭവം നടക്കുന്നതിന് മുമ്പ് വിറ്റ്നസ് ആവാൻ അവൻ കാത്തിരുന്ന പോലെ. സോണിയെ പോലും സ്വാധീനിച്ചവനാണ് ബോണി. ക്യാമ്പസിനുള്ളിൽ വെച്ച് അവനെ നേരിട്ടാൽ തൽക്കാലം ഒന്നും നിനക്ക് നല്ലതിനല്ല. അതുകൊണ്ട് അവന് വേണ്ടി വെറുതെ സമയം വേസ്റ്റ് ചെയ്യരുത്. സോണിയാണ് യഥാർത്ഥ പ്രശ്നം. അവളുടെ കംപ്ലൈൻ്റ് ആണ് സംഗതികൾ ഇത്രത്തോളം വഷളാക്കിയത്. പിന്നെ ആ പുതിയ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥനാണെങ്കിൽ ആളൊരു സുഖമില്ല. ഏതോ ഒരു സ്റ്റീഫൻ ദേവസിയോ. ബെറ്റർ നീ ഒരു ലോ പ്രൊഫൈൽ സൂക്ഷിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. നാളെ മുതൽ ക്ലാസ്സിൽ വരണം. സർ, അത് ഞാനാ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരും ഞാൻ തമ്മിൽ എന്താ വ്യത്യാസം? ഓക്കെ സർ. രവി, പ്ലീസ് എന്തെങ്കിലും ഒന്ന് പറ. ഞാൻ എന്ത് പറയാൻ? ഇല്ല, എനിക്ക് കേൾക്കണം, രവിയിൽ നിന്ന് തന്നെ. പക്ഷെ ഒരു പ്രാർത്ഥനയുള്ളൂ, ഞാൻ കേട്ടതൊന്നും സത്യമായിരിക്കരുതെന്ന്. ഒരിക്കൽ നീ എന്നോട് പറഞ്ഞത് ഓർക്കുന്നു, ഐസക് ജോണിനെ നെഞ്ചു പടയുമ്പോ അരുതാത്തതൊന്നും തോന്നരുതെന്ന്. ഞാനിപ്പോ ഏത് വിശ്വസിക്കണം? ഞാൻ ഒന്ന് മാത്രം പറയാം. ഐസക് ജോണിന്റെ നെഞ്ചിൽ കൈവച്ചപ്പോഴൊക്കെ ഞാനൊരു ഡോക്ടർ മാത്രമായിരുന്നു. മറ്റൊന്നും എന്നോടിപ്പോ ചോദിക്കരുത്. ഹലോ, സ്റ്റീഫൻ ദേവസി ഫ്രം ക്രൈം ബ്രാഞ്ച്. ഷൈക്കേണ്ടതാടോ. ഗുഡ്. ഇനി കാര്യത്തിലേക്ക് കിടക്കാം. എനിക്ക് രവിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പ്ലീസ്. എത്ര മണിക്കാണ് ഐസക് ജോൺ മരിച്ചത്? രാത്രി 1-നും 1:30 ഇടയിൽ. ചോ, കഷ്ടം. ഞാൻ മറന്നു. കേസ് ഷീറ്റിലുണ്ട്. മോളിയെ
ഞാൻ ക്രിസ്മസ് കരോൾ പാടി നടന്നിരുന്ന ഒരു കാലത്ത് ഒരു പാട്ടുണ്ടായിരുന്നു, ഇമ്പമായി ഗാനങ്ങൾ മൂളി മൂളി. അതിന് പകരം മൂളി എന്ന് പറഞ്ഞ സുന്ദരിയായ ഒരു പെണ്ണിന്റെ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ഇമ്പമായി ഗാനങ്ങൾ മൂളി മൂളി. എന്തിനാ അവൾ ഐസിയുന്ന് പുറത്തു പോയത്? എന്തിനായിരിക്കും? ഞാൻ പറഞ്ഞയച്ചതാ. എന്തിന്? രാത്രി വല്ലാത്തൊരു തലവേദന, പാരസെറ്റമോൾ വാങ്ങാൻ ഫാർമസിയിലേക്ക് അയച്ചതാ. ഇവിടെ പാരസെറ്റമോൾ കാണൂ. ഈ കേസ് അന്വേഷണത്തിന്റെ ഒരു തലവേദന. അത് എത്ര മണിക്കാ? 1 മണി കഴിഞ്ഞിരുന്നു. മോളിയെ തന്ത്രപൂർവ്വം പറഞ്ഞയച്ച് കൃത്യം നടത്തിയല്ലേ? സാർ, എങ്കിൽ പറയടാ മോനെ, നടന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറ. അപ്പോ മോളിയാണ് പ്രതി. എന്താണ് മോളിയുടെ ഇന്റൻഷൻ? സിസ്റ്റർ മോളി ഫോൺ വിളിക്കാൻ പോയപ്പോ അവൾ സാധനം എടുത്ത് മാറ്റി. പക്ഷെ എന്തിന്? അവർക്ക് എന്നോടൊരു പ്രത്യേക സ്നേഹവും വിരോധം തോന്നേണ്ട ഒരു കാര്യമില്ല. ചരക്കാണോ? അവർക്ക് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു മകനുണ്ട്. അപ്പൊ തയ്യാണല്ലേ? കീഴ്നാവ് നോക്കി ഒരു ചവിട്ട് കൊടുത്താൽ അവള് സത്യം പറയും. അച്ചായം പറയിപ്പിക്കാം. മോൻ ധൈര്യമായിട്ട് നിൽക്ക്. ആ ദേ കഴിഞ്ഞു മുത്തശ്ശ. അല്ല, മുത്തശ്ശൻ അത്താഴത്തിന് ചപ്പാത്തിയാ? അല്ല, കഞ്ഞിയ. ബാ ഇരിക്കേ. പറയട്ടെ മുത്തശ്ശ, രാത്രി കഞ്ഞിയാ ബെസ്റ്റ്. ചപ്പാത്തി പ്രശ്ന. ഇപ്പോഴത്തെ അരിയുടെ കഞ്ഞിയും കണക്കാ. പഴയ ഇട്ടിക്കണ്ടപ്പൻ അരിയുടെ കഞ്ഞിയാണെങ്കിൽ കറി വേണ്ട, ഉപ്പിട്ടാ മതി. സത്യം, നാട്ടിൽ ഞങ്ങൾക്ക് നെൽകൃഷി ഉണ്ടായിരുന്നു പണ്ട്. ഞാനാണ് നെല്ലറയുന്ന വരവ്. കുട്ടനാട്ടിൽ കൈനടി. എന്റെ അപ്പച്ചൻ രാഷ്ട്രീയം കളിച്ച് ഞങ്ങളുടെ പാടത്തൊക്കെ ഇപ്പൊ ചെമ്മീൻ കൃഷിയാ. വേറെ ആമ്പിള്ളേര്. ഫാദർ രാഷ്ട്രീയക്കാരനാ? കൈനടി ദേവസി. വല്യപ്പച്ചൻ കേട്ട് കാണാൻ ചാൻസ് ഇല്ല. ലോക്കലാ, മേലോട്ട് ഉയർന്നില്ല. നാട്ടിലൊക്കെ നല്ല പേരാ, പക്ഷേ മക്കൾക്ക് ഗുണമില്ല. അങ്ങേര് വെടുപ്പായിരുന്നെങ്കിൽ ഞാൻ ഈ പോലീസ് വന്ന് ചേർന്നായിരുന്നു. നല്ല നല്ല പിതാക്കന്മാര് മക്കളെ MLA ആക്കണു, മന്ത്രിയാക്കണു, MP ആക്കാൻ ശ്രമിക്കുന്നു. ഓ ഇത് ചുമ്മാ. എന്നാലും ആള് ശുദ്ധനാവട്ടോ. മുത്തശ്ശ, ആ ബോറടിച്ചു അല്ലേ? ചില സമയത്ത് ഞാനിങ്ങനെയാ, ലോ സ്റ്റോക്കാ. കാര്യങ്ങളൊക്കെ മനസ്സിലായി. വെരി വെരി സിമ്പിൾ. പോട്ടെ, കാണാം മുത്തശ്ശ. അല്ല, ആരിത് വാവച്ചനോ? സാറ് വീട്ടിലോട്ട് കയറി പോകുന്നതോട് ഞാനിവിടെ നിന്നതാ. അപ്പോ എന്റെ നീക്കങ്ങൾ തന്ത്രപൂർവ്വം മനസ്സിലാക്കി പുതിയ അടവുകൾ പ്ലാൻ ചെയ്യുവാണല്ലേ? തന്നെ അന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. അല്ല, വാവച്ചന്റെ ഫീൽഡ് ഏതാ? ഫീൽഡ് മെഡിക്കൽ ഫീൽഡ്. ഓഹോ, അപ്പൊ പൊളിറ്റീഷ്യൻ അല്ല. ഞാൻ വിചാരിച്ച ലോക്കൽ കമ്മിറ്റി ബോൺവീറ്റ. എന്താ കാര്യം? രവിക്കുഞ്ഞ് അങ്ങനെയൊന്നും ചെയ്യില്ല. പകരത്തിലൊരാൾ മതിയെങ്കിൽ ഒരാളുണ്ട്. പറ്റുമോ? പിന്നെ പറ്റില്ലേ. ആളാരാ? ഈ ഞാൻ തന്നെ. അയ്യോ, ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അത് കണ്ടപ്പോഴേ തോന്നി. അവിടെ ആവുമ്പോ സമയത്തിന് ആഹാരം കിട്ടുമല്ലോ. ആ, എനിക്കിവിടെ അവിടെ ഒരുപോലെയാ. ഒരാളെ കൊന്നവനാകുമ്പോ ജയിലിലൊരു പ്രത്യേക ഗമയും പരിഗണനയൊക്കെ ഉണ്ടാവുമല്ലോ. ആളെ കൊല്ലുന്ന പ്രസ്ഥാനത്തിലും വിശ്വസിച്ചിരുന്നു ഒരു കാലത്ത്. ഓ, ഇത്തരം സൈസിനെ എന്റെ വാവച്ച ഞാൻ ചൊല്ലിട്ടു. സാറേ, എന്തോ ഒരപേക്ഷയുണ്ട്. എന്താ? കേസ് അന്വേഷിച്ച് ഒടുവിൽ മടുക്കുമ്പോ ഈ പേര് പരിഗണിക്കണം. എന്റെ പൊന്നു വാവച്ച, എന്നെ വിട്ടുപിടി. ഞാനല്ല ആള്. ഓക്കെ. ശുദ്ധ തെമ്മാടിയാണ് ആ പോലീസുകാരൻ. അവന്റെ വാക്കും പരിധിയൊന്നും എനിക്ക് മനസ്സിലായിട്ടല്ല. ഗതികേട് സഹിക്കല്ലാതെ നിവൃത്തിയില്ലല്ലോ. പോലീസുകാരല്ലേ, അവരുടെ ഒരു രീതി അതാ. എന്നോട് എന്തു ആവാം, ഞാൻ പ്രതിയല്ലേ. എന്തായാലും ശേഖരമേനോന്റെ കീഴുദ്യോഗസ്ഥനല്ലേ അയാള്. ഈ വീട്ടിൽ വന്ന് 3 മണിക്കൂർ നിന്നെ നിർത്തി ചോദ്യം ചെയ്യാന്ന് വെച്ചാ അത് ഇത്തിരി കടന്ന അഹന്തയാ. ഞാനൊന്ന് കീർത്തി വിളിക്കാനിരിക്കുക. വേണ്ട. അതെന്താ? വേണ്ട, അത്ര തന്നെ.